നുഴഞ്ഞുകയറ്റത്തിനെതിരെ നടപടി കടുപ്പിക്കുമെന്നും അധികാരത്തിലേറി 6 മാസത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നുമുള്ള പ്രഖ്യാപനവുമായി പശ്ചിമ ബംഗാളിൽ BJPയുടെ പ്രകടന പത്രിക. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായമാണ് വാഗ്ദാനം. 15 വർഷത്തെ മമതാ ബാനർജി ഭരണം ബംഗാൾ ജനതയ്ക്ക് പേടി സ്വപ്നമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിമർശിച്ചു. റിപ്പോർട്ടിലേക്ക്. കുടിയേറ്റവും രാജ്യസുരക്ഷയും തന്നെയാണ് ബംഗാളിൽ പ്രധാന പ്രചാരണ വിഷയമെന്ന് വ്യക്തമാക്കുന്നതാണ് BJPയുടെ പ്രകടന പത്രിക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സാന്നിധ്യത്തിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ നുഴഞ്ഞുകയറ്റത്തോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നാണ് പ്രഖ്യാപനം. मैं पश्चिम बंगाल की जनता को भरोसा दिलाना चाहता हूं, एक बार पूर्ण बहुमत की भारतीय जनता पार्टी की सरकार बनाइए. हम डिटेक्ट, डिलीट और डिपोर्ट ये पॉलिसी के तहत चुन कर एक एक घुसपैठियों को बंगाल के बाहर निकालने का काम करेंगे और बंगाल और देश को सुरक्षित करेंगे. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡിലും ഗോവയിലും നടപ്പാക്കിയതുപോലെ ബംഗാളിലും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പ്രകടന പത്രികയിലുണ്ട്. സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനും പ്രഖ്യാപനങ്ങളുണ്ട്. സ്ത്രീകളുടെ അക്കൗണ്ടിൽ പ്രതിമാസം 3000 രൂപ ലഭിക്കുന്ന പദ്ധതി നടപ്പാക്കും. സർക്കാർ സർവീസുകളിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തും. സ്ത്രീ സുരക്ഷയ്ക്കായി ദുർഗാ സുരക്ഷാ സഹായ പദ്ധതി, വനിതാ പോലീസ് ബറ്റാലിയൻ തുടങ്ങിയവയാണ് മറ്റു പ്രഖ്യാപനങ്ങൾ. 1 കോടി തൊഴിലും സ്വയം തൊഴിലിനുള്ള അവസരം സൃഷ്ടിക്കുമെന്നും വാഗ്ദാനമുണ്ട്. തൃണമൂൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉന്നയിച്ചു. 3 തവണ അധികാരത്തിലിരുന്നപ്പോഴും ഭയവും വിവേചനവും അഴിമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് മമതാ ബാനർജി മുൻഗണന നൽകിയതെന്ന് അമിത് ഷാ ആരോപിച്ചു. എന്നാൽ BJPയുടേത് പൊള്ളയായ വാഗ്ദാനങ്ങളെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.